തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം വരിക. ആ പ്രതിഫലം എന്താണെന്ന് അവസാനത്തെ വചനം നമ്മളോട് പറയുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ദൈവത്തെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഈശോയെ കാണാൻ പറ്റും. താഴ്മയുണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റും. അതിലും വലിയൊരു അനുഗ്രഹം എന്താ കിട്ടാനുള്ളത്? നമ്മളെ തിരുപ്പിറവി ദേവാലയത്തെക്കുറിച്ചുള്ള പലതവണയുള്ള ധ്യാനം കേട്ടിട്ടുള്ളത്. തിരുപ്പിറവി ദേവാലയത്തിൻ്റെ വാതിൽ തീരെ ചെറുതാണെന്നാണ് പറയുന്നത്. കുനിഞ്ഞല്ലാതെ, തലകുനിച്ചല്ലാതെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. തലകുനിച്ച് കയറി ചെല്ലുന്നിടം ക്രിസ്തു ജനിച്ചിടമാണ്. ഇങ്ങനെ മനുഷ്യനായി പിറന്ന ആ ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ തലകുനിച്ചേ മതിയാവൂ, താഴ്മയുള്ളവരായേ മതിയാവൂ എന്നാണ് പറയണേ. കർത്താവിനെ കാണാൻ വന്ന രണ്ടുപേരെ കുറിച്ച് കൂടി ഒന്ന് ഓർക്കണമെന്നല്ല, ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും. അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്മ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ വണങ്ങാൻ വരുന്നത് നമ്മൾ കാണും. എന്നിട്ട് എന്താ, വേറൊരാൾക്കും കാണാൻ പറ്റാത്ത ആ സ്വർഗീയ വെളിച്ചം അവർ ദർശിക്കുന്നുണ്ട്. ദൈവത്തെ കാണുന്നുണ്ട് അവർ. മറ്റൊരാൾക്കും പിടികിട്ടാത്ത ആ ഒരു വലിയ രഹസ്യം അവരുടെ മുൻപിൽ ചുരുളഴിയുന്നത് നമ്മൾ കാണും. ഈ ഒരു താഴ്മയുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ മുൻപിൽ ഇങ്ങനെ താഴ്മയോടുകൂടെ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ക്രിസ്തുവായി മാറുന്ന ഒരു അനുഭവം ആലോചിച്ച് നോക്കിയേ. കാരണം ഒരാളുടെ പാദത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് അവൻ്റെ പാദം കഴുകി തുടയ്ക്കുന്ന ഒരാളുടെ പേര് ക്രിസ്തു എന്നാണ്. നിങ്ങൾ എപ്പോഴാണോ ഒരാളുടെ പാദത്തോളം താഴുന്നത്, അവന് വേണ്ടിയിട്ടൊന്ന് ജീവിതത്തിൽ താഴ്മ കാണിച്ച് ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത്, ആ സമയം നിങ്ങൾ ക്രിസ്തുവാണ്. അഭിഷേക ജ്വാലയായി നിറയും